ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. 𝙑𝙞𝙙𝙚 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സംഭവമാണ്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിനെ പ്രത്യേകിച്ച് അവരുടെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് ലിമിറ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് നമ്മുടെ ലിമിറ്റ് കുറഞ്ഞ് അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ കുറേ പേര് ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത് എങ്ങനെ നമുക്ക് കുറയാണ്ടിരിക്കാൻ എന്നൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ പോകാം. അപ്പോൾ കുറേ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് നിങ്ങളിപ്പോൾ ഈ സംഭവം ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ കുറേ ഇപ്പം എൻ്റെ 2-3 ഫ്രണ്ട്സുകൾക്ക് തന്നെ സംഭവം ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ അവർ ക്രെഡിറ്റ് കാർഡ് യൂസേജിനെ കുറിച്ച് അവരൊരു 80-90% എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു ആഴ്ച അവരെ നമുക്കിപ്പോൾ ആപ്പ് അല്ലെങ്കിൽ സൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ അവർക്ക് കാണാമെന്ന് അവരുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ചെയ്തിരിക്കുന്നു. സംഭവം യൂസ്ഡാണ്, പക്ഷേ ഇനിയിപ്പോൾ ലിമിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ സംഭവം അവർക്ക് മെയിലും സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് അറിയാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചാറ്റ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ എന്നോട് ഇത് സംഭവം ചോദിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ കുറേ സംഭവം ഫേസ് ചെയ്തത്. എനിക്ക് കുറേ മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാണുന്നതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സംഭവം നമ്മൾ എങ്ങനെയാണ് നമ്മളിത് നമ്മുടെ ക്രെഡിറ്റിൻ്റെ ലിമിറ്റ് കുറയാണ്ടിരിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 30% വരെ നമ്മൾ മാക്സിമം ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ അത്യാവശ്യമായിട്ട് യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ്, അത് ഓക്കെയാണ്. പക്ഷേ കുറേ പേരുണ്ട് നമ്മൾ ഈ ക്രെഡിറ്റ് ഫുൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ മാസവും. ഒരു 80%-90%, അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾക്കും പറ്റിയത്. അവർ 80%-90% എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിൽ നിന്ന് തന്നെ ക്രെഡിറ്റ് കാർഡ് തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഹൈ യൂസ് വരുമ്പോൾ ഓരോത്തിനും ഇപ്പോൾ കുറേ പേർക്ക് ജോലി പോയിട്ടുണ്ട് ഈ കോവിഡിൻ്റെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ബാങ്ക് കുറേ പേര് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ റൂളുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കുറയ്ക്കും കൂട്ടുകയും ചെയ്യാനുള്ള റൂളുണ്ട്. ഓൾറെഡി ഒന്നും നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെ റൂൾ RBL അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ലിമിറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ സിബിൽ സ്കോർ നമ്മുടെ എന്താ പറയുക, ഈ ട്രാൻസാക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി, അതുപോലെ നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മൾ സംഭവം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ കുറേ ഇഷ്യൂകൾ വന്നുകൊണ്ട് തന്നെ കുറേ പേർക്ക് അവർ ഇത് ഓട്ടോമാറ്റിക്കലി കുറച്ചിട്ടുണ്ട്. കുറേ പേരിൽ ഇത് ഓട്ടോമാറ്റിക് കുറഞ്ഞതാണ്, കുറേ പേര് അവർ നമ്മുടെ ഹിസ്റ്ററി നോക്കിയിട്ട് കുറച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഇഷ്യൂ മെയിനായിട്ട് നമ്മുടെ യൂസേജിനെ അനുസരിച്ചാണ് കുറേ ഇതൊക്കെ കുറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 30-40% മാക്സിമം തന്നെ ഉപയോഗിക്കും. ഒരു മന്ത്ലി നമ്മുടെ യൂസ് വരികയാണെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ 40% മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനും പറ്റും. എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ. അത് മാത്രമല്ല റീപേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ക്രെഡിറ്റ് സ്കോർ യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ EMI ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് വരെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ മാക്സിമം ഒരു ചെറിയ എമൗണ്ടൊക്കെ തന്നെ നിങ്ങളത് EMI കൺവേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ, അതുപോലെ നമ്മുടെ ഈ ക്രെഡിറ്റിൻ്റെ എമൗണ്ടിനെ കൂട്ടാനുള്ള ഒരു സഹായിക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി തന്നെ എൻ്റെ പ്ലാറ്റിനം പ്ലസ് തന്നെയാണ്. നിങ്ങളിപ്പോൾ RBL അറിയായിരിക്കും. RBL കാരണം ഞാനിത് അൺബോക്സ് ചെയ്യുന്നതെന്ന് ഓൾറെഡി കാണാത്തത് നമ്മുടെ മുകളിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കിട്ടും, അതിൽ പോയി കാണുക. അപ്പോൾ റീസെൻ്റ്ലി അല്ല 1 ഇയർ ആയിട്ടുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലാറ്റിനം പ്ലസ് ആണ് കാർഡ് കിട്ടുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് എല്ലാം റീപേയ്മെൻറ്റും ഇതേപോലെ കറക്റ്റ് 30-40% യൂസ് ചെയ്യാറുള്ളൂ. EMI ട്രാൻസാക്ഷൻ തന്നെ ഭയങ്കര റയറായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ അവർക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ എൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1,40,000 ഒരു ഇയർലി നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം ഫ്രീ ആയിരിക്കും. പിന്നെ ഒരു 20,000 പോയിൻറ്റ്സ് ക്രെഡിറ്റും അങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ കാർഡ് ഇട്ടിട്ടുണ്ട്. അത് ഓരോ കാർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഈ സംഭവം മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അവർ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അപ്ഗ്രേഡേഷൻ ഓഫറും, അതുപോലെ കാർഡ് അവരുടെ ഏറ്റവും ഹൈ എൻഡ് കാർഡായിട്ടുള്ള വേൾഡ് ക്ലാസ് കാർഡ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് ക്ലാസ് കാർഡ് എന്നൊരു കാർഡും അപ്ഗ്രേഡേഷൻ ഓഫർ എനിക്കിപ്പോൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ആപ്പ് വഴി അപ്ഗ്രേഡ് ചെയ്യാം. വേറെ പ്രൂഫും സംഭവമൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 2 വീക്കിനുള്ളിൽ നമുക്ക് പുതിയ കാർഡ് വരും. അപ്പോൾ ഞാനത് കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനെന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഈ ആനുവൽ ഫീ ഉണ്ടല്ലോ, സംഭവം കുറച്ച് കൂടുതലാണ്. അവരെ ഹൈ എൻഡ് കാർഡാണ്, അപ്പോൾ പ്രീമിയം കാർഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും, നമുക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ വേണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ അത് നമ്മളതിൻ്റെ ഒരു വന്ന മെയിലിൻ്റെ ലിങ്ക് ഞാൻ ലിങ്കല്ല സ്ക്രീൻഷോട്ട് നമ്മുടെ വീഡിയോൻ്റെ എൻഡിലിടാം. അത് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നമ്മളൊക്കെ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡേഷൻ ഓഫർ തരും, ലിമിറ്റ് അപ്ഗ്രേഡേഷൻ ഓഫർ തരും. അങ്ങനെ കുറേ ഓഫറൊക്കെ ഓട്ടോമാറ്റിക്കലി വരും.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടാൻ പറ്റും. ഈ കുറയുന്ന പ്രശ്നം സംഭവങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയും. അങ്ങനെ കുറേ ഫാക്ടർ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഇത് യൂസേജ് വെച്ചിട്ടാണ് അവർ ഈ ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കുന്നതും കുറയാത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ എമൗണ്ടിലേക്ക് പൈസ വരുന്നത്, ഇപ്പോൾ നമ്മുടെ സാലറി ക്രെഡിറ്റ് ആവുന്നത്, അതൊക്കെ നോക്കിയാണ് അവർ ഫുൾ സംഭവം ചെയ്യുന്നത്. അതുപോലെ സിബിൽ സ്കോർ നോക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജിൽ നമ്മളൊരു ലിമിറ്റ് വെച്ച് തന്നെ നമ്മുടെ ഈ സംഭവം മെയിനായിട്ട് എല്ലാം സംഭവം സോൾവ് ആകും. ഈ ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്നത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു ലിമിറ്റ് വരെ നമുക്ക് ഇപ്പോൾ ഒരു 50% താഴെ അല്ലെങ്കിൽ 40% താഴെ നമുക്ക് യൂസ് ചെയ്തിട്ട് എല്ലാ മാസം യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടാനും പറ്റും. നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കുറയാനാണ്ട് ഇഷ്യൂ വരില്ല, മാക്സിമം വരില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു ലിമിറ്റ് വെച്ച് സ്പെൻഡ് ചെയ്യും. നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഈ ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നത് ഫുൾ സ്പെൻഡ് ചെയ്യാനല്ല. പക്ഷേ അത് അവർക്ക് ലാഭമൊക്കെ ബാങ്കിൽ ലാഭം ഉണ്ടാകാൻ വേണ്ടിയാണ് നമുക്ക് ക്രെഡിറ്റ് സ്കോർ തന്നത്. നമ്മൾ ലോൺ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ, ക്രെഡിറ്റ് കാർഡ് എന്നൊരു ലോണാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയും അതുപോലെ നിങ്ങളതിൻ്റെ യൂസേജും എടുക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ സിബിൽ സ്കോറിനെ നമ്മുടെ അക്കൗണ്ടിനൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്രെഡിറ്റ് ലിമിറ്റ് കുറയാനുള്ള മെയിൻ കാരണം. പ്രത്യേകിച്ച് ഈ കോവിഡ് ടൈമിലായതുകൊണ്ട് തന്നെ കുറേ പേര് അവർ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാലറി സംഭവം പോയെന്നും അതുപോലെ ജോബ് പോയതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടും കുറേ ഇഷ്യൂ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ഹൈ യൂസേജ് വരുന്നവർക്ക് അവർക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്നൊരു ഇതുകൊണ്ടാണ് അവർ ക്രെഡിറ്റ് ലിമിറ്റ് പിന്നെ കുറയ്ക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ യൂസേജ് ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ ഈ ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഓൾമോസ്റ്റ് ഒരു 100% ഗ്യാരണ്ടിയാണ്. ഞാൻ എൻ്റെ യൂസേജിൽ വെച്ച് പറയുന്നതാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഒരു 1 year 1.5 year ഓൾമോസ്റ്റ് ആവാറുണ്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് അപ്ഗ്രഡേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ നിങ്ങൾ ഏത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന RBL ആണ്. HDFC ഉണ്ടായിരുന്ന HDFC ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ SBI ആണോ RBL ആണോ, RBL ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് മോഡലാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല. അതുപോലെ നമുക്ക് കുറേ പേരൊന്നും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് ബൈ ഫ്രണ്ട്സ്.